ഹായ്, അലിഫ് ബൈ പ്രീമിയം ഫ്രാഗ്രൻസിലേക്ക് സ്വാഗതം. എന്നോട് പലപ്പോഴും ആളുകളൊക്കെ ചോദിക്കും, ഞാനൊരു ബിസിനസ് ചെയ്യട്ടെ, ഞാൻ ഇന്ന ബിസിനസ് തുടങ്ങട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ് തുടങ്ങട്ടെ. അപ്പോഴൊക്കെ ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ തുടങ്ങണ്ടെന്നാണ്. കാരണം അതിന് മറ്റൊന്നുമല്ല, അവരുടെയൊക്കെ ഇനീഷ്യൽ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് പൈസ സമ്പാദിക്കുക എന്നുള്ളതാണ് ബിസിനസ്സിൽ നിന്ന് അവരുദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പൈസ സമ്പാദിക്കൽ മാത്രമാണ് എങ്കിൽ നിങ്ങൾ ബിസിനസ് തുടങ്ങാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പണം സമ്പാദിക്കലല്ല മാത്രമല്ല ബിസിനസ് കൊണ്ടുണ്ടായ നേട്ടം. നമുക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരുക, അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള പരമാവധി കഴിവുകളെ പുറത്തെടുക്കാനുള്ള ഒരു അവസരം, അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ, നമുക്ക് സമൂഹത്തിലൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ, അതേപോലെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇത് ഞാൻ പറഞ്ഞ നേട്ടങ്ങൾ മാത്രമൊന്നുമല്ല, അതേപോലെ തന്നെ കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കാം, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. മാത്രമല്ല നമ്മളെ മാക്സിമം സമയങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് ബിസിനസ്സിൽ നടക്കും. അപ്പോൾ ഒരു ഫ്രീ ടൈം കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായ ടൈമുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ജോലിയേക്കാൾ കൂടുതൽ ബിസിനസ്സിൽ സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ബിസിനസ്സിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആണ് നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾ ഇറങ്ങുന്ന ഒരു ഫീൽഡ് നമ്മൾ ഒരു 2-3 ആൾക്കാരെ സ്റ്റാഫിനെ നിർത്തി അവർ ചെയ്തോളും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ, ഒരു സ്റ്റാർട്ടപ്പിൽ എന്തായാലും അത് പ്രാക്ടിക്കലല്ല. ഒരു കോർപ്പറേറ്റ് തലത്തിലുള്ള ബിസിനസ്സൊക്കെ ഒക്കെ ആകുമ്പോൾ അത് പ്രാക്ടിക്കലാണെങ്കിൽ കൂടി ഒരു സാധാരണ സ്റ്റാർട്ടപ്പിന് നമ്മൾ എന്തായാലും നമ്മുടെ തന്നെ ടൈമും എഫേർട്ടും ഇൻറ്റൻഷനും ഒക്കെ അതിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ ബിസിനസ് വിജയിക്കുക. അതിന് ഇനീഷ്യലായിട്ട് നമുക്ക് അതിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ വേണം എങ്കിൽ നമുക്ക് നമ്മളൊരു ഇൻറ്റൻഷൻ മണി ജനറേറ്റ് ചെയ്യൽ മാത്രമാവരുത്. അതിനോടുള്ളൊരു പാഷൻ, അതിനോടുള്ളൊരു താല്പര്യം, ആ ഒരു എല്ലാ ഘടകങ്ങളും കൂടി യോജിച്ച് തരുന്ന ഒരു സമയത്ത് മാത്രമാണ് നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അതേത് ഫീൽഡിലാണോ നിങ്ങൾക്ക് ആ ഒരു താല്പര്യം വരുന്നത് ആ ഫീൽഡ് മാത്രം സെലക്ട് ചെയ്ത് മറ്റുള്ള മേഖലകളൊക്കെ ഇഗ്നോർ ചെയ്ത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു നല്ലൊരു ബിസിനസ്സുകാരനാവാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.